ഞെട്ടിപ്പോയിട്ടുള്ള എന്തെങ്കിലും നേക്കഡ് ആയിട്ടുള്ള ഈ ട്രൈബ്സിനെ കണ്ടപ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ ഷർട്ട് വയ്ക്കും. അവർ വികാരത്തിനൊന്നും ഒരു പ്രസക്തി കൊടുക്കില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ഛൻ്റെ മകൻ തന്നെ സഹോദരി വിവാഹം കഴിക്കും. പിന്നെ ഒരുപാട് ജനിതക രോഗങ്ങൾ ഇവർക്കുണ്ട്. ഈ ജെൻഡറിലെ ഡിഫറൻസ് അത് നമുക്കുള്ളൂ, അവർക്കതൊന്നും ഇല്ല. കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും അപ്പം ഞാൻ അവസാനം ഈ മൊസാംബിക്കിലാണ് എൻ്റെ വണ്ടി നിർത്തി പോകുന്നത്. ഈ വരുന്ന വരവിൽ ബോർഡർ എത്താനായ സമയത്ത് ഗൺ പോയിന്റ് നിർത്തിയിട്ട് വണ്ടിയുള്ള പൈസയും ഫോണും ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ഇല്ല എന്നുള്ളതുണ്ട്. വാഹനങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും അവസാനം ഒരു ആർമിക്കാരുടെ വാഹനം കത്തിച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് നമ്മളെല്ലാം തോലുമെന്ന് മനസ്സിലാക്കിയാണ് നേരെ ഡൈവേർട്ട് ചെയ്തൊരു വില്ലേജ് കയറി. ദിൽഷാദ് എന്തായിരുന്നു ആക്ച്വലി ഒരു ഫുൾ ടൈം ട്രാവലർ ആകുന്നതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്? ഒരു 1.5 വർഷം ദുബായിലുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ വാഷറായിട്ട്, അതായത് ഗ്ലാസും ടേബിൾ തുടയ്ക്കൽ ഈ പരിപാടികളൊക്കെ ആയിട്ട് പണിക്ക് വേണ്ടി ഈ ഗൾഫിലേക്ക് തിരിച്ചു പോകില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തിരിച്ചു വന്നത്. ദിൽഷാദിന്റെ ഏറ്റവും വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അവിടുത്തെ ഒരു സ്കൂളിന് വേണ്ടിയിട്ട് ദിൽഷാദ് പണിത് കൊടുത്തിട്ടുള്ള ഒരു ടാപ്പ്. 500 മീറ്ററും 1 കിലോമീറ്ററും 1.5 കിലോമീറ്റർ ദൂരത്ത് പോയി വെള്ളം കൊണ്ടുവരുന്ന ആളുകളാണ്. പോഷകാഹാരക്കുറവ് മൂലം മണിക്കൂറുകളിൽ 54ഓളം കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട് ശരിക്കും ആഫ്രിക്കയിൽ എന്നുള്ളതാണ്. ഈ ഒരു രാജ്യത്താണ് ഇവർ വെള്ളത്തിന് വേണ്ടി കൂടി നടക്കുന്നത്. മലയാളികൾക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന കാര്യമാണ്. കാരണം ഫോറിൻ കൺട്രീസിലൊക്കെ നമ്മുടെ KL രജിസ്ട്രേഷൻ വണ്ടി ഓടി നടക്കുന്നത് എൻ്റെ വണ്ടി കൊണ്ട് തന്നെ പോകണം എന്നുള്ളൊരു ആഗ്രഹം. ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻസിൻ്റെ അടുത്ത് ഇങ്ങനെ സ്റ്റൈൽ കണ്ടിട്ടുണ്ട്. ഞാൻ കുറേ മുമ്പേ തന്നെ യൂറോപ്യൻസിൻ്റെ വ്ളോഗൊക്കെ ഇങ്ങനെ കാണുന്ന ആളാണ്. നേരെ മറിച്ച് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ ആകുമ്പോൾ അധികം റിമോട്ട് ഏരിയകളാണ്. എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു വാഹനം വേണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടൂർ ഗൈഡിനൊക്കെ സമീപിച്ച് നമ്മളൊരു വാഹനം റെൻ്റൊക്കെ എടുത്ത് പോകുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിലും എക്സ്ട്രീം ലെവലായി പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടൂറിസ്റ്റ് അല്ലല്ലോ, നമ്മൾ സഞ്ചാരിയാണ്. അത് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ദിൽഷാദിന്റെ ഏറ്റവും വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അവിടുത്തെ ഒരു സ്കൂളിന് വേണ്ടിയിട്ട് ലൈക്ക് അതിൽ സോഷ്യൽ മീഡിയ ഫാമിലി എന്ന് പറഞ്ഞിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത് ദിൽഷാദ്. അപ്പം ദിൽഷാദ് പണിത് കൊടുത്തിട്ടുള്ള ഒരു ടാപ്പ് അല്ലെ, വെള്ളം കുടിക്കാനുള്ളൊരു ഇത്. അതുപോലെ തന്നെ 13 കിണറുകളും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആ കൺട്രിയിലെ തന്നെ അതോറിറ്റീസിനൊരു മുൻകൈ എടുത്തതിനൊരു പരിഹാരം, അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മളെ മലയാളികൾക്ക് എന്ന അഭിമാനം തന്നെ, പക്ഷെ ഒരു ട്രാവലർ ചെല്ലുന്നതിന് മുമ്പ് അവർക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ? അല്ല, ഈ സ്വാഭാവികമായിട്ടും ഈ സ്കൂളിൻ്റെ ഇങ്ങനെ സ്കൂൾ വെള്ളമില്ല എന്നുള്ളൊരു കേസ് ഈ സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ചോദിച്ച ആളോട് ഇത് ഗവൺമെൻറ് സ്കൂളാണോ എന്നുള്ളത്. അപ്പോൾ ഗവൺമെൻറ് സ്കൂളാണെന്ന് പറയാം. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിച്ച പോലെ തന്നെ ഞാനും ഗവൺമെൻറ് എന്താ ഈ കുട്ടികൾക്ക് വെള്ളത്തിനുള്ള സോഴ്സ് കൊടുക്കാഞ്ഞ് എന്നുള്ളതാണ്. തൻസാനിയയിൽ ഒരുപാട് ഗവൺമെൻറ് സ്കൂളുകളുണ്ട്. ഇവിടേക്ക് എല്ലാ സ്ഥലങ്ങൾക്കും വെള്ളത്തിനുള്ള സോഴ്സ് കണ്ടെത്താൻ ഗവൺമെൻറ്റിന് അതിനുള്ളൊരു വെൽത്തില്ല. സത്യം പറഞ്ഞാൽ അതിനുള്ള സംവിധാനമില്ല. പല സംഘടനകളും വന്നിട്ട് ചാരിറ്റി മുഖാന്തരമൊക്കെയാണ് ഇവർക്ക് വെള്ളം കൊടുക്കുന്നത്. പിന്നെ ഉള്ളൊരു കാര്യം, ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വെള്ളം കിണർ കുഴിച്ചാൽ വെള്ളം കാണാനുള്ള സാധ്യതയില്ല. കാരണം ഈ സ്കൂൾ നിൽക്കുന്ന ഒരു മലേൻ്റെ മേലെയാണ്. ഇവിടെ നമ്മൾ കിണർ കുഴിച്ചാൽ വെള്ളത്തിൻ്റെ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ ചിന്തിച്ച കാര്യം ഞാൻ തന്നെ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, കുറേ പേരൊക്കെ ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങളാണ് കിണർ കുഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ കുഴിക്കുന്ന അവർ തന്നെയല്ലേ, അവർ ഇത്ര കാലം എന്തുകൊണ്ട് കുഴിച്ചില്ല എന്നുള്ളത്. അപ്പം സംഭവം നമ്മുടെ വീട്ടിലൊക്കെ കിണറില്ലേ, അത് നമ്മൾ കുഴിച്ചതാ, പണിക്കാരെ വിളിച്ച് പൈസ കൊടുത്ത്. അതന്നെ അതിൻ്റെ ഉത്തരം. അവരങ്ങനെ പണിക്കാരെ വിളിക്കാനും ഈ മെറ്റീരിയൽ വാങ്ങാനും കൊടുക്കാനുള്ള പൈസ അവർക്കില്ല. കുറേ ആളുകൾ കമ്മ്യൂണിറ്റി ക്യാമ്പയിനായിട്ട് ഒരു ഗ്രാമത്തിൽ എല്ലാവരും കൂടിയിട്ട് ചിലപ്പോൾ 1-2 കിണർ കുഴിക്കും. ഇവരെ സംബന്ധിച്ചോളം ഒരു 50 വീടുകൾക്ക് ഒരു കിണറുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ചോളം ഇവർ ഭാഗ്യവാന്മാരാണ്. കാരണം ഇവർ 500 മീറ്ററും 1 കിലോമീറ്ററും 1.5 കിലോമീറ്ററൊക്കെ ദൂരത്ത് പോയി വെള്ളം കൊണ്ടുവരുന്ന ആളുകളാണ്. ഇവരുടെ ജീവിതം, അതായത് ഇവരുടെ എത്രയോ തലമുറകൾക്ക് മുമ്പേ തന്നെ അങ്ങനെ ഒരു സംഭവം ഇവരുടെ ജീവിതത്തിൻ്റെ ഡെയിലി റുട്ടീനിലുള്ളതാണ്. അപ്പോൾ നമ്മളൊരു 15 വീടിന് ഒരു കിണർ വെച്ച് തരട്ടെ എന്നൊക്കെ പറയുമ്പോൾ അവരെ കളിയാക്കാമെന്ന് ഇവർ കരുതും. കാരണം നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. നമ്മളൊരു വീട്ടിലൊരു കിണറാണ്, തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് കറണ്ട് പോയാൽ അല്ലെങ്കിൽ ഇവിടെ വെള്ളം ഇല്ലെങ്കിൽ അവിടെ വെള്ളത്തിന് പോകാൻ നമുക്ക് മടിയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ 2024 ഇപ്പോഴും അവർ 2 കിലോമീറ്റർ അപ്പുറം വെള്ളത്തിന് നടന്നു പോകുന്നത്. അവിടെ വെള്ളം ഇല്ലായിട്ടല്ല ഭൂമിൻ്റെ അടിയിൽ, അവിടെ വെള്ളമുണ്ട്. മഴ പെയ്താൽ നല്ല വെള്ളം കിട്ടുന്ന സ്ഥലം തന്നെയാണ്. എന്നിട്ടും അവർക്ക് കുടിക്കാൻ വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ അത്രയും അവരുടെ നിസ്സഹായതയാണത്. അവരുടെ ദാരിദ്ര്യം എത്രത്തോളം ഉണ്ടുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. അങ്ങനെ നമ്മൾ തന്നെ കൂലി കൊടുത്ത് അവരെ പണിയെടുപ്പിച്ച് എടുക്കുമ്പോൾ അവർക്ക് വെള്ളം കിട്ടുന്നുണ്ട്. ഈ വൈറലായ വീഡിയോ എന്ന് പറയാൻ കാരണം ഈ സ്കൂളിലെ വീഡിയോ ആയതുകൊണ്ട്. കാരണം എത്ര കാലം ഈ കുട്ടികൾക്ക് കുടിക്കാൻ വെള്ളമില്ല. അവരുടെ അച്ഛന്മാരും അവരുടെ മുത്തശ്ശന്മാരടക്കം ഈ സ്കൂളിൽ ആരൊക്കെ പഠിച്ചു വളർന്നോ അവർക്കെല്ലാവർക്കും എല്ലാ കാലങ്ങളിലും വെള്ളം ഇതേപോലെ 1.5 കിലോമീറ്റർ അപ്പുറം പോയി കൊണ്ടുവന്നിട്ടുള്ളത്. കുളിക്കലില്ല ഇവർ. കുളിക്കാറ് ചിലപ്പം ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വെള്ളമുള്ള കാലത്താണെങ്കിൽ, മഴയൊക്കെ പെയ്ത് പുഴയിൽ വെള്ളമുള്ള കാലത്താണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ കുളിക്കും. അതല്ലാതെ ഡെയിലി റുട്ടീനിൽ കുളി എന്ന് പറഞ്ഞ സംഭവമില്ല. വെള്ളം കുടിക്കാനുള്ള വെള്ളം കിട്ടിയാൽ മതിയുള്ളതാണ്. ഇതന്നെ ചിലപ്പം
ഒന്നെങ്കിൽ സൾഫർ കലർന്ന വെള്ളമായിരിക്കും, അല്ലെങ്കിൽ ഉപ്പുള്ള വെള്ളമായിരിക്കും, ചളിയുള്ള വെള്ളമായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ അവർ എന്നിട്ടും അവർ സർവേ ചെയ്യുന്നുണ്ട്. പോഷകാഹാരക്കുറവ് മൂലം മണിക്കൂറുകളിൽ 54ഓളം കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട് ശരിക്കും ആഫ്രിക്കയിൽ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. അത് 184 ഇപ്പം കുറഞ്ഞതാ ശരിക്ക്. ഈ ഒരു രാജ്യത്താണ് ഇവർ വെള്ളത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്നത്. ദിൽഷാദ് എന്തായിരുന്നു ആക്ച്വലി ഒരു ഫുൾ ടൈം ട്രാവലർ ആകുന്നതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ABT പാർസൽ ലോറിയിൽ ഡ്രൈവറായിരുന്നു കുറേ കാലം. അതിന് മുന്നേ ഞാൻ ഒരു 1.5 വർഷം ദുബായിലുണ്ടായിരുന്നു, ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വാഷറായിട്ട്. അതായത് ഗ്ലാസും അടുത്ത ടേബിൾ തുടയ്ക്കൽ ഈ പരിപാടികളൊക്കെ ആയിട്ട് 2016 വരെയൊക്കെ. അതിനുശേഷം നാട്ടിൽ വന്നു, ഹൗസ് ഡ്രൈവറായിട്ട് സൗദിയിൽ പോയി, തിരിച്ചു വന്നു. അതിനുശേഷം നാട്ടിൽ ഡ്രൈവറായിട്ട് പോയി. സൗദിയിൽ നിന്ന് വരുന്ന സമയത്താണ് ശരിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളൊരു സ്വപ്നമാണ്. ഇനി എന്തായാലും പണിക്ക് വേണ്ടി ഇനി ഗൾഫിലേക്ക് തിരിച്ചു പോകില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തിരിച്ചു വന്നത്. അങ്ങനെ ഞാനൊരു ബുള്ളറ്റ് വാങ്ങിയിട്ട്, ഈ ആഫ്രിക്കയിൽ പോയ സെയിം ബുള്ളറ്റ്, അത് വാങ്ങിയിട്ട് ഇവിടുന്ന് കാശ്മീർ വരെ പോയി വരുന്നത്. ഈ പോയി വരുന്ന വരവിലാണ് ഞാൻ വ്ളോഗ് ചെയ്യണത്. അത് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നില്ല, യൂട്യൂബ് ചാനലിനും വേണ്ടിയായിരുന്നില്ല, പക്ഷെ യൂട്യൂബിൽ ഇടാൻ വേണ്ടി. ഈ എൻ്റെ യാത്രകളൊക്കെ എടുത്ത് വെക്കാനുള്ള ഒരു സ്ഥലം, നമ്മുടെ മെമ്മറി ഫുള്ളാവാത്തൊരു സ്ഥലം, അങ്ങനെ കരുതിയിട്ട് യൂട്യൂബിൽ ഇട്ടതാ. പക്ഷേ ഇത് നിർഭാഗ്യവശാൽ ഇത് കൊറോണന്റെ സമയത്ത് ഇത് കയറി കത്തി. ധാരാവിയെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നത്. അപ്പോൾ ഈ കൊറോണ സമയത്ത് ധാരാവിയിലാണ് ഏറ്റവും കൂടുതൽ കൊറോണ പടരുന്നുള്ള ന്യൂസ് വന്ന സമയത്ത് എല്ലാവരും അത് സെർച്ച് ചെയ്ത് കാണാൻ തുടങ്ങി. അപ്പോൾ എന്തോ ഒരു കഷ്ടകാലത്തിന് ഇതും എല്ലാവരും കാണാൻ തുടങ്ങി. എനിക്കിങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നു, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു. അപ്പോഴും ശരിക്കും എനിക്കിതൊന്നും, ഞാൻ ഈ ഒരു കോമ സ്റ്റേജിലായിരുന്നു. അല്ല, സത്യം പറയാം, ഞാൻ ഇപ്പോഴും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കറിയാം, ഞാൻ ഇന്നേ വരെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന് ശേഷമൊക്കെ സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനലായി ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ശരിക്കും ഇൻകം വരാൻ വേണ്ടി തന്നെയാണ്. കാരണം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ നമുക്ക് യാത്ര ചെയ്യാൻ ഉപകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രശ്നമില്ലല്ലോ. അതായത് ഈ യാത്ര ചെയ്യുന്നതിനൊക്കെ നല്ല മാസീവ് കോസ്റ്റ് വരത്തില്ലേ? ട്രാവലേഴ്സ് ആയിട്ടുള്ള വ്ളോഗേഴ്സിന് എനിക്ക് തോന്നുന്നില്ല അവരെ ഇൻകം കിട്ടിയിട്ട് ട്രാവലിനുള്ള എക്സ്പെൻസും കൊടുത്തിട്ട് ബാക്കി ഒരുപാട് സേവിങ്സ് ഉണ്ടാവും എന്നുള്ളത്. അവരുടെ പാഷൻ്റെ പുറത്ത് യാത്ര ചെയ്യുന്ന ആളുകൾ തന്നെയായിരിക്കും. ബാക്കിയുള്ള വ്ളോഗ് ചെയ്യുന്ന ആളുകളെ ഞാൻ കുറ്റം പറയല്ല, ഓരോരുത്തർക്ക് ഓരോ പാഷൻ ഉണ്ടല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് കുക്കിംഗ് അറിയില്ല. അങ്ങനെയാണ്, ഞാൻ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുന്നത്. കാരണം അതിന് പൈസയ്ക്ക് എക്സ്പെൻസ് കുറവാണ് ഇതിലെക്കാളിലും. അങ്ങനെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യാൻ എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. അത് ഒറ്റ ഫ്ലോപ്പായി പോകും. അങ്ങനെയാണ് ഞാൻ അത് ചെയ്യുമായിരുന്നു. ഇതിലെക്കാളിലും ചിലവ് കുറവാണ്. ഇത് നല്ല ഇതിപ്പം സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം വണ്ടി എനിക്ക് അയച്ചിട്ട് വണ്ടി യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 9.5 ലക്ഷം റുപ്യ ചിലവായി വണ്ടി ഖത്തറിൽ ഇറങ്ങുന്ന സമയത്ത്. ഈ സാധനം പിന്നെ ഞാൻ ഓടിയിട്ട് റിക്കവർ ആക്കി എടുത്തിട്ട് വേണം. അപ്പം ഇതൊരു ബിസിനസ്സായി ചിന്തിച്ചാൽ നഷ്ടമായിരിക്കും. ഇപ്പോഴും ശരിക്കും നിങ്ങളെല്ലാ രാജ്യത്തും പോയിട്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുറേ കടം ഉണ്ട്. പക്ഷേ അങ്ങനെ കടങ്ങളില്ല. നമുക്ക് യാത്രയിൽ നിന്ന് കിട്ടിയ കുറേ സൗഹൃദങ്ങൾ, പിന്നെ നമ്മളെ യാത്രക്ക് ഉണ്ടായിട്ട് കുറേ സ്പോൺസേഴ്സ്, ഇവരൊക്കെ സഹകരിച്ചിട്ട് ഇതുവരെ എല്ലാം ഓക്കെ ആയിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. നന്നായിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ ദിൽഷാദ് താമസിക്കുന്നത് ദിൽഷാദിന്റെ കാറിൽ തന്നെയാണോ? അതെ, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും റൂം എടുക്കും. നമ്മളവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് റൂം എടുത്താൽ തന്നെ നാട്ടിലൊരു 500 റുപ്യ വരുള്ളൂ. അത്രേ ഉള്ളൂ. സൗകര്യങ്ങളോ? സൗകര്യങ്ങൾ നാട്ടിലെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അധികം ഈ ഇത്തരം ഹോട്ടലുകളൊക്കെ ഫോറിനേഴ്സിൻ്റെ ഒക്കെ ആയിരിക്കും. അപ്പം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പ് ആളുകളാണ് ആഫ്രിക്കയിലുള്ളത്. നല്ല പൈസ ഉള്ള ആളുകളും തീരെ പൈസ ഇല്ലാത്ത പറ്റില്ല ആളുകളും. മിഡിൽ എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ നല്ല പൈസ ഉള്ള ആളുകളാണെന്നുള്ള ധാരണയിൽ അവർ ഈ ഹോട്ടലുകളൊക്കെ ഉണ്ടാക്കുന്നത്. മാക്സിമം പോയാൽ ചിലപ്പം 2000-3000 രൂപയൊക്കെ മാക്സിമം പോയാലും ഒരു ഹോട്ടലിന് വരുള്ളൂ. നമ്മുടെ കൊച്ചിയിൽ സാധാ ഒരു ഹോട്ടലിന് 2000 രൂപ കൊടുക്കണം ഒരു ദിവസത്തേക്ക്. അപ്പോൾ അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ലക്ഷറി ലൈഫായിരിക്കും. പിന്നെ എല്ലാ ദിവസങ്ങളിലും വണ്ടിക്കുള്ളിൽ കടന്നുറങ്ങും. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സേഫാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആഫ്രിക്കയിൽ വന്നു കഴിഞ്ഞാൽ അവർ വേട്ടയാടി ഭക്ഷിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. മനുഷ്യരെ വളരെ റെയർ കേസുകൾ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഇപ്പോഴൊക്കെ എത്രയോ സേഫാണ്. നമ്മളെക്കാ നല്ല ബേസിക്കലി എല്ലാ മനുഷ്യന്മാരും പാവങ്ങളാണ്. അവരെ ഈ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയും നടക്കുന്നില്ല സംഭവങ്ങൾ. അത്രേ ഉള്ളൂ. ബേസിക്കലി പാവങ്ങളാണ്, സാഹചര്യം കൊണ്ട് മാറിപ്പോകുന്നുള്ളൂ. നമുക്ക് എവിടെയും സേഫായിട്ട് വണ്ടിയിട്ട് കിടന്നുറങ്ങാം. ഒരുപാട് സ്ഥലങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ എനിക്ക് തോന്നുന്നു ആഫ്രിക്കൻസ് അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാർക്കുള്ളിൽ ഒരു പേടിയാണ്. കാരണം എപ്പോഴും ആയുധധാരികളായിട്ട് നടക്കുന്ന ആൾക്കാരാണ്, എപ്പോഴും അവരുടെ കയ്യിൽ വെപ്പൺസ് ഉണ്ടാകും. അവിടെ സ്ഥിരമായി ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ഇവർ നോട്ടടിച്ചിട്ടുണ്ടോ? ഇതിപ്പോൾ എത്യോപ്യ എന്നല്ല, മൊസാംബിക്കിലായാലും അവിടെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയൊക്കെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സമ്പന്നനായ ഒരാളെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അല്ലെങ്കിൽ നല്ലൊരു ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്ന ഒരാളെ ഇവർ നോട്ടിട്ട് വെക്കും. ഇവർ കിഡ്നാപ്പ് ചെയ്തിട്ട് പൈസ ചോദിക്കാൻ ചെയ്യാം.
ഇപ്പം ഞാൻ അവസാനം മൊസാംബിക്കിലാണ് എൻ്റെ വണ്ടി നിർത്തി പോകുന്നത്. അവിടെ നമ്മൾ ഫിറോസ് ബാബു എന്ന് പറഞ്ഞൊരു മലയാളി ഉണ്ട്. അയാൾ ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ജോഹന്നസ്ബർഗിൽ നിന്ന് വണ്ടി ഓടിച്ച് വന്നതാണ്. ഈ വരുന്ന വരവിൽ ബോർഡർ എത്താനായ സമയത്ത് ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് വണ്ടിയുള്ള പൈസയും അയാളുടെ ഫോണും ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ഇല്ല എന്നുള്ളത് ഉണ്ട്. അതിന് അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ തൻസാനിയയിലും കെനിയയിലൊക്കെ വളരെ കുറവായിരിക്കും. എത്യോപ്യയിൽ കുറെ കൂടിയൊക്കെ ഉണ്ട് ഈ ഒരു സംഭവം. ഇപ്പം സ്വന്തമായിട്ട് വാഹനം കൊണ്ടുപോകുക എന്നുള്ളതിന് നമ്മൾ കാണുന്ന പല വ്യൂവേഴ്സിനും അതെങ്ങനെയാണ് അതിന്റെ ഇംപ്ലിക്കേഷൻസ്? നമ്മളൊരു സ്വന്തം പേരിലുള്ള വണ്ടി ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ മാനദണ്ഡം എന്ന് പറയുന്നത്. പിന്നെ ഈ വണ്ടിക്ക് ഇനി ലോൺ ഉണ്ടോ ലോൺ ഇല്ലാതിരിക്കട്ടെ, നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് ഒരു സെക്യൂരിറ്റി പേയ്മെൻ്റ് ആയിട്ട് ഒരു തുക കെട്ടിവെക്കണം. ഇതെല്ലാം ചെയ്യേണ്ടത് ശരിക്കും കാർനെറ്റ് അതോറിറ്റി, അതായത് എല്ലാ 154 രാജ്യങ്ങളിൽ കാർനെറ്റ് എന്ന് പറയുന്ന ഒരു വണ്ടിക്ക് കൊടുക്കുന്ന ഒരു താൽക്കാലിക പാസ്പോർട്ട് ഉണ്ട്. ഒരു കട്ടി കൂടിയ ഒരു മഞ്ഞ പുസ്തകം. ഇതിൽ ഓരോ പേജും ഓരോ രാജ്യത്തിന് എന്ന രീതിയിലാണ് കണക്കാക്കുക. അപ്പോൾ ഓരോ പേജുകൾക്കാണ് ഇതിൻ്റെ പേയ്മെൻറ്റ്. സ്വാഭാവികമായിട്ടും ഒരു 10 പേജുള്ള കാർനെറ്റ് ആണെങ്കിൽ ഏകദേശം ഒരു 1 ലക്ഷം രൂപ ഇതിന് വരും. ഒരു പേജിന് 10,000 രൂപ വെച്ചിട്ട്. പിന്നെ അഡീഷണൽ ഇതിൻ്റെ GST വരും. അങ്ങനെ ഒരു 1.18 നമ്മുടെ ഒരു 10 പേജുള്ള ഒരു കാർനെറ്റിൻ്റെ വിലയാണ്. അതിന് പുറമെ നമ്മുടെ വണ്ടിക്ക് ഒരു സെക്യൂരിറ്റി കെട്ടി വെക്കണം. നമ്മൾ ഈ രാജ്യത്തു നിന്ന് പുറത്ത് പോയാൽ തിരിച്ച് വരും എന്നുള്ളതിന് ഒരു സെക്യൂരിറ്റി. കാരണം ഈ വാഹനം വേറെ രാജ്യത്ത് കൊണ്ടുപോയി വിൽക്കാൻ പാടില്ല, അവിടെ ഉപേക്ഷിച്ച് പോരാൻ പാടില്ല, തിരിച്ച് കൊണ്ടുപോയ സ്ഥലത്ത് തന്നെ കൊണ്ടുപോകാൻ. അങ്ങനെ ഒരു ധാരണയിലാണ് ഈ ഒരു സാധനം നമുക്ക് തരുന്നത്. നമ്മുടെ ഒരു പേരിലുള്ള അല്ലെങ്കിൽ ഒരു കേരള രജിസ്റ്റേർഡ് വണ്ടി മിഡിൽ ഈസ്റ്റിലൂടെ സഞ്ചരിക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് ആഫ്രിക്ക പോവുക, യൂറോപ്പ് പോവുക, അമേരിക്ക വരെ പോകുന്നൊക്കെ നമ്മളൊരു സ്വപ്നങ്ങളാണല്ലോ. അപ്പോൾ ആദ്യത്തെ കാലത്തൊരു പരിപാടി ഈ ബുള്ളറ്റ് എടുത്തിട്ട് ഒരു സൗത്ത് ഏഷ്യൻ ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തു, ഇന്ത്യ മുതൽ സിംഗപ്പൂർ വരെ. അപ്പം ഈ ഒരു യാത്ര മ്യാൻമർ എത്തിയ സമയത്ത് മ്യാൻമറിൻ്റെ ബോർഡർ ക്ലോസ് ആയി കിടക്കുകയാണ്. ഇവർ കൊറോണയുടെ ഈ ഒരു സീസൺ ആരംഭഘട്ടത്തിൽ ക്ലോസ് ചെയ്തതാണ്. പിന്നെ അവിടെ കുറേ ആഭ്യന്തര കലാപം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ കാലം അത് അടഞ്ഞു തന്നെ കിടന്നു, ഇതുവരെ തുറന്നിട്ടില്ല. അപ്പം അങ്ങനെ ആ ഒരു യാത്ര അവിടെ മുടങ്ങി. പക്ഷേ എനിക്ക് പിന്നെ ഒരു നിർബന്ധമായിരുന്നു ഇനിയൊരു യാത്ര പോവുകയാണെങ്കിൽ ആഫ്രിക്ക പോകണം എന്നുള്ളത്. കാരണം ആളുകൾ തീരെ സജസ്റ്റ് ചെയ്യാത്ത സ്ഥലത്ത് പോകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി അഡ്വഞ്ചർ കൂടുക, അതേപോലെ എക്സ്പീരിയൻസ് കൂടുക. അങ്ങനെയാണ് ശരിക്കും ഞാൻ ആഫ്രിക്കൻ ട്രിപ്പ് പ്ലാൻ ചെയ്യണത്. പക്ഷേ അതിന് മുമ്പ് ആഫ്രിക്ക വരെ ബൈക്ക് ഓടിച്ച് പോയൊരു ഇന്ത്യക്കാരൻ ആരും തപ്പിയിട്ട് എവിടെയും കിട്ടാനില്ല. യൂട്യൂബിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടില്ല നമുക്ക് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ. പിന്നെ ആകെയുള്ളൊരു മാർഗ്ഗം നമ്മൾ തന്നെ പോയിട്ട് ഇത് ഏറ്റവും ആദ്യത്തെ എക്സ്പീരിയൻസ് നമുക്കാവുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ശരിക്കും ഞാൻ ദുബായിലേക്ക് വണ്ടി ഷിപ്പ് ചെയ്യുന്നത്. ദുബായിൽ ഓൾമോസ്റ്റ് അതിന് മുമ്പേ പോയ മലയാളികളുണ്ട് കേരള വണ്ടിയും കൊണ്ട്. അത് കഴിഞ്ഞ് ആഫ്രിക്കയിൽ എത്തുമ്പോഴാണ് ഇതിൻ്റെ പ്രയാസങ്ങൾ മുഴുവൻ കിടക്കുന്നത്. കാരണം നമുക്ക് ചോദിക്കാൻ ഒന്നും അറിയില്ല. ആഫ്രിക്കയിലൂടെ സഞ്ചരിച്ച ഒരു പഴയ ആളെന്ന് പറയുമ്പോൾ നമുക്ക് എസ്കേപ്പറ്റക്കാടിനൊക്കെ അറിയുള്ളൂ. മൂപ്പര് 50 വർഷങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ചൊരു കഥ. അപ്പോൾ ഈ ഒരു തോട്ടൊക്കെ മനസ്സിലിങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ആഫ്രിക്കയ്ക്ക് പോണത് ഈ വണ്ടി കൊണ്ട്. ചോദിക്കാനും അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാനും ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ മൊസാംബിക്കിലേക്ക് വണ്ടി ഷിപ്പ് ചെയ്യണതും. അവിടെ 3 മാസം കസ്റ്റംസ് വണ്ടി പിടിച്ചു. കാരണം ഇങ്ങനെ ഒരു വണ്ടി ഇന്ത്യ ഇതുവരെ വന്നിട്ടില്ല. ബൈക്കാണെങ്കിൽ ഇവിടുന്ന് വാങ്ങി ഓടിച്ചൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. അവിടുന്ന് ഇവിടെ വണ്ടി കൊണ്ടുവന്ന് ഓടിക്കേണ്ട ആവശ്യം, കാരണം അവർക്ക് ഇത്ര കണ്ട് വളർന്നിട്ടില്ല അവർ ചിന്താഗതി. ഈ പാഷനാണെന്നൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വണ്ടി ഉണ്ടല്ലോ, ഇവിടുന്ന് വാങ്ങി ഓടിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് പിന്നെ എന്താ നമ്മൾ മറുപടി പറയാന്നുള്ളതാണ്. കാരണം 3 മാസം അവിടെ വണ്ടി തടഞ്ഞ് വെച്ചിട്ട് 3 മാസത്തിന് ശേഷം വണ്ടി റിലീസായി കിട്ടിയിട്ട് ബാക്കി 6 മാസം കൊണ്ടാണ് ഞാൻ ആഫ്രിക്ക കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ അതോടുകൂടി ഒരു കാര്യം മനസ്സിലാക്കി, ഇതൊരു അഡ്രസ്സായല്ലോ. ഞാനിപ്പോൾ നിങ്ങളെ മുന്നിലിരുന്ന് സംസാരിക്കുന്നത് വരെ എത്തിയത് ഈ സ്വന്തം വണ്ടി കൊണ്ടുപോയതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പോൾ ലോകം മുഴുവൻ ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്ന എത്രയോ സഞ്ചാരികൾ നമുക്കറിയാം. 100-ലധികം രാജ്യം സന്ദർശിച്ച ഒരു പെൺകുട്ടിയുണ്ട്, 18-19 വയസ്സായ ഒരു മലയാളി. അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒട്ടുമിക്ക യാത്രകളും കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പം ആ എയർപോർട്ടിൽ എന്നെ മാത്രം ഒരു സെപ്പറേറ്റ് ചോദ്യം ചെയ്യലുണ്ടാവും. കാരണം നമ്മൾ പാസ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇത്ര രാജ്യങ്ങൾ, കുറേ ആഫ്രിക്കയിൽ കുറേ ഏഷ്യൻ കൺട്രീസ് പോയിട്ടുണ്ട്, ഇതെന്തിന് ഇത്ര യാത്രകൾ പോയി. കാരണം ആഫ്രിക്കയിലൊക്കെ ഇങ്ങനെ റാൻഡംലി യാത്ര ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും അവർക്കൊരു കാരണങ്ങളുണ്ടാവും, സേഫ് അല്ലാത്ത കാരണങ്ങൾ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ പാസ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ കസ്റ്റംസിനോ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽസിനോ അത് കൈമാറും. എന്നിട്ടൊരു പ്രത്യേക ചോദ്യം ചെയ്യലുണ്ടാവും. ഇതൊക്കെ ശരിക്കും നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ടോൺ എന്തായിരിക്കും ഈ ചോദ്യം ചെയ്യൽ? അല്ല, ആദ്യം മുതലേ എന്തായാലും സംശയത്തിന് നീരായിരിക്കും ചോദ്യങ്ങളൊക്കെ വരിക. പിന്നെ ഓട്ടോമാറ്റിക് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ യൂട്യൂബ് ചാനൽ, ഇങ്ങനെ ഒരു ചാനലുണ്ട്, ഞാൻ ഈ ചാനലിന് വേണ്ടി വീഡിയോ ചെയ്യാൻ വേണ്ടി ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഇന്ത്യക്കാരോട് പൊതുവെ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. കാരണം കെനിയ പോലുള്ള രാജ്യങ്ങളൊക്കെ പണ്ട് ഇന്ത്യക്കാർ ഒരുപാട് കൃഷിയും വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല തഴച്ച് വളർന്നൊരു രാജ്യമാണ് ഇദി അമീൻ്റെ കാലഘട്ടത്തിലൊക്കെ. അതിനുശേഷം ശരിക്ക് ഇദി അമീൻ ഇന്ത്യക്കാരെ മുഴുവൻ അവിടുന്ന് ഓടിച്ച്.
ഇതിനുശേഷം എക്കോണമിക്കലി രാജ്യം വളരെ കൂപ്പുകുത്തി. അതിനുശേഷം വന്ന പ്രസിഡന്റാണ് ഇന്ത്യക്കാരെ വീണ്ടും ഇന്ത്യയിൽ നിന്ന് കെനിയയിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ഇവരെ എക്കോണമി പറ്റ താഴാൻ തുടങ്ങിയ സമയത്ത് ഇന്ത്യക്കാർക്ക് മാത്രമേ ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണയിൽ ഇന്ത്യക്കാരെ വീണ്ടും കൊണ്ടുവരാൻ ചെയ്തിട്ടുള്ളത് കെനിയയിലേക്ക്. നമ്മുടെ മലയാളികളൊക്കെ പണ്ട് കാലങ്ങളിൽ പേർഷ്യയിലേക്കും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോയ സമയത്ത് കുറേ അണ്ണന്മാർ തമിഴ്നാട്ടിലുള്ള ആളുകൾ കുറേ മലേഷ്യക്ക് ചേക്കേറി. ആ ഒരു സമയത്ത് ഈ ഒരു ടൈം പീരീഡിൽ ശരിക്കും ഗുജറാത്തികളെല്ലാവരും ആഫ്രിക്കയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒട്ടുമിക്ക ആഫ്രിക്കൻ രാജ്യത്തെ മെയിൻ ബിസിനസ്സും അല്ലെങ്കിൽ മെയിൻ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഗുജറാത്തികളായിരിക്കും. അവർ നല്ല ഹിന്ദി സംസാരിക്കും, പക്ഷേ അത് അവർ ജനിച്ചത് അവിടെ ആയിരിക്കും. അവരോട് ഒരു 3-4 തലമുറ മുന്നേ ആഫ്രിക്കയിൽ വന്ന് സ്ഥിരമായിട്ടുള്ള ആളുകൾ. അപ്പം ഇത് ഈ എത്യോപ്യയിലാണെങ്കിലും ഈ മൊസാംബിക്കിലാണെങ്കിലും സൊമാലിയയിലാണെങ്കിലൊക്കെ ഇഷ്ടം പോലെ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇവർ ഇന്ത്യക്കാരാണ്. ടെൻസാനിയയിലെ ദാറുസലാമിൽ ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് ഉണ്ട്. നമ്മൾ മുംബൈയിലെ ഒരു ധാരാവിയിലൊക്കെ പോയ ഒരു ഫീൽ കിട്ടും. ബിൽഡിങ്ങുകളൊക്കെ സെയിം ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രം ഉണ്ടായിട്ടുള്ള സ്ഥലം. അവിടെ നമ്മുടെ ഈ കനറ ബാങ്കും എല്ലാ സംഭവം കൊണ്ട് നമ്മൾ ഇന്ത്യയിലെത്തി ഒരു ഫീൽ കിട്ടും. അപ്പം ഇന്ത്യ നന്നായിട്ട് ഇവരെ സ്വാധീനം ചെയ്തിട്ടുണ്ട്. മൊസാംബിക്കിൽ ആർമിക്കാർക്ക് വേണ്ട യൂണിഫോം എല്ലാം കൊടുക്കുന്നത് മഹീന്ദ്രയാണ്. ആർമിക്കാരുടെ വാഹനങ്ങളെല്ലാം മഹീന്ദ്ര സ്കോർപ്പിയോ ആയിരിക്കും. ഈ സിവിൽസിന്റെ വണ്ടി, ഡിഫൻസിന്റെ വണ്ടി, മിനിസ്ട്രി ഓഫ് ഇന്റീരിയേഴ്സിന്റെ വണ്ടി എല്ലാം മഹീന്ദ്ര സ്കോർപ്പിയോ ആയിരിക്കും. ആ ഒരു വിധത്തിൽ അവിടെ ഡാമുകൾ കൈകാര്യം ചെയ്യുന്ന മഹീന്ദ്രയാണ്. അതുപോലെ റെയിൽവേ നെറ്റ്വർക്ക് കൈകാര്യം ചെയ്യുന്നത് ടാറ്റയാണ്. അപ്പോൾ ഈ ഒരു അങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്ത്യ സ്വാധീനം ചെയ്തിട്ടുണ്ട്. അവരുടെ മൊബൈൽ നെറ്റ്വർക്ക് എയർടെലാണ്. നമ്മളവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഒറ്റപ്പെട്ട ഫീൽ കിട്ടില്ല. കാരണം നമ്മുടെ ഫോണിൽ ആ രാജ്യത്തെ സിം ഇട്ടാലും അല്ലെങ്കിൽ നമ്മുടെ റോമിംഗ് നെറ്റ്വർക്ക് കാണിക്കുന്നത് തന്നെ ഭാരതി എയർടെലിനായിരിക്കും. അപ്പോൾ ആ ഒരു സേഫ്റ്റി ഫീൽ നമുക്ക് കിട്ടും. യെസ് ആ ഒരു സംഭവം നമുക്ക് കിട്ടും. അതായത് ഇന്ത്യയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. ദിൽഷാദ് യാത്ര ടുഡേ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് നെയിം കുറെ ന്യൂസുകളിലും അവിടെ ഇവിടെയൊക്കെ വന്നത് ആഫ്രിക്കയിൽ ഉണ്ടായിട്ടുള്ള അല്ലെ ആ ഒരു കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിട്ടാണ്. അപ്പൊ ഞാനിപ്പോ ദിൽഷാദിനോട് ചോദിക്കുകയാണ്, ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു കൺട്രി ദിൽഷാദിന്റെ ലൈഫിൽ തിരിച്ച് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? കുറെ കാര്യങ്ങൾ, കുറെ സംസ്കാരങ്ങൾ ശരിക്കും നമ്മൾ അവർക്ക് പിന്നിലാണ്. നമ്മൾ അവിടെ എയ്ഡ്സ് കൂടുതലാണ് എന്ന് പറഞ്ഞ് അവരെ പുച്ഛിക്കുന്നതിലപ്പുറം അവർ കറുത്തവരാണ് അല്ലെങ്കിൽ ഇരുണ്ട ഭൂഖണ്ഡക്കാരാണ് അല്ലെങ്കിൽ അവർ ഈ പുരാതന ചിന്താഗതിക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുന്നതിനപ്പുറം നമ്മൾ മാറ്റേണ്ട കുറേ സമ്പ്രദായങ്ങൾ അവരുടെ വൃത്തിയുടെ കാര്യത്തിൽ. അവർ റോഡിലെവിടെയും നിന്ന് ഈ തുപ്പുക അല്ലെങ്കിൽ മൂത്രമൊഴിക്കുക ഈ സിസ്റ്റം ഒന്നും അവിടെ ഇല്ല. അതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രം കാണപ്പെടുന്ന സംസ്കാരമാണ്. ഇവരുടെ നാട്ടിൽ അതില്ല ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ കാലത്തിൽ അവർ ഒരു ഗസ്റ്റിനെ എങ്ങനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളിടത്താണ് അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞയക്കുന്നു എന്നുള്ളിടത്താണ് അവരുടെ സംസ്കാരത്തിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. അവരുടെ ഹോസ്പിറ്റാലിറ്റി നമ്മൾ ശരിക്കും കടമെടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ചിലപ്പോൾ കള്ളുകൊണ്ടായിരിക്കും സ്വീകരിക്കുക, പക്ഷെ എന്നിരുന്നാലും അവരുടെ സ്വീകരണം അതൊരു വേറെ തന്നെയാണ്. നമുക്ക് എവിടെ ചെന്നാലും ഈ ഒരു പിന്നെ പ്രത്യേകിച്ച് നമ്മളോട് കാരണം ഇവരൊട്ടുമിക്ക ആളുകളെയൊക്കെ അവരിലേക്ക് അടുപ്പിക്കില്ല. കാരണം അവർ കറുത്ത വർഗ്ഗമാണെന്നുള്ളൊരു ധാരണ അത് ഒരുപാട് വർഷങ്ങളായിട്ട് അവരുടെ മനസ്സിൽ അടിച്ചമർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരിലേക്ക് ചെല്ലുമ്പോൾ അവർ കുഞ്ഞുങ്ങളൊക്കെ എടുത്തിട്ട് അവരെ കയ്യിൽ തന്നെ വെക്കും നമ്മൾ എടുക്കാനൊക്കെ ചെല്ലുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളോട് ഇഷ്ടമില്ലായിട്ടാണോ എന്ന് കരുതും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ അവർക്ക് വൈറ്റ്സാണ്. നമ്മൾ ഏത് ഇരുന്നറായാലും നമ്മളൊക്കെ അവരെ മനസ്സിൽ വൈറ്റ്സാണ്. നമ്മൾ ഇന്ത്യക്കാരെ അവർ മൊഹീന്ദികൾ എന്ന് വിളിക്കുക, യൂറോപ്യൻസിനെ മുഷൂങ്ക എന്ന് വിളിക്കും. മൊഹീന്ദി പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് മാത്രമുള്ള ഒരു ലേബൽ മൊഹീന്ദി. യെസ്. അപ്പം നമ്മളെ കുട്ടികളൊന്നും നമ്മുടെ കയ്യിലൊന്നും തരില്ല. കാരണം നമുക്ക് അവരിഷ്ടപ്പെടൂലേ എന്ന് അവർ കരുതിയിട്ട് അവരെ കുട്ടികൾ നമുക്ക് തരാതിരിക്കുകയാണ്. പക്ഷെ നേരെ മറിച്ച് അവരായിട്ട് നമ്മൾ വല്ലാതെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബോണ്ട് ആയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇപ്പം എത്യോപ്യയിലൊക്കെ കാര ട്രൈബ് എന്ന് പറഞ്ഞ ഒരു ട്രൈബ്സ് ഉണ്ട്. കാര ട്രൈബ്, ബന്ന ട്രൈബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ നമ്മുടെ രോമം ഒക്കെ കയ്യിലെ രോമമൊക്കെ ഇങ്ങനെ പിടിച്ച് പറിക്കും. കാരണം ആഫ്രിക്കർക്ക് രോമമില്ലല്ലോ, അവർക്ക് തലമുടി ഇല്ല. അതേപോലെ ശരീരത്തിലും രോമം വളരെ കുറവായിരിക്കും. ചിലവർക്ക് മാത്രം ഒരു പറ്റിയ താടിയും ഇതൊക്കെ ഉണ്ടല്ലോ. മുടി ആണിനും പെണ്ണിനും ഒരേ ലെവലേ വളരുള്ളൂ, മുടിയില്ല. അതുകൊണ്ടാണ് ഇവർ നമ്മുടെ ഇവിടുത്തെ അലോവര പോലത്തെ ഒരു ചെടിയുണ്ട്, ഈ ചെടിയുടെ നാരെടുത്തിട്ടാണ് ഇവർ മുടി ഉണ്ടാക്കുക. അതുകൊണ്ടാണ് നമ്മൾ ആഫ്രിക്കാരെ മുടിയൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് കെട്ടുകെട്ടാക്കി. അതൊക്കെ എല്ലാ മുടിയും ആർട്ടിഫിഷ്യൽ മുടിയാണ്. അതുകൊണ്ടാണ് അവർ ഇഷ്ടമുള്ള എല്ലാ മാസവും മോഡലിനെ മാറ്റിക്കൊണ്ടിരിക്കും. അത് ഒറിജിനൽ മുടിയല്ല. നമ്മൾ വിചാരിക്കും ആഫ്രിക്കക്കാരെന്തെല്ലാവരും ഇതേ ഒരു സ്റ്റൈൽ ഇങ്ങനെ ഫോളോ ചെയ്യും. അതെ, അത് അവരുടെ മുടിയല്ല ശരിക്കും. അവർക്ക് ചെറിയൊരു കുറ്റി മുടിയാണല്ലോ. ആണിനും പെണ്ണിനും ഒരേപോലെ മുടി ഉണ്ടാവുള്ളൂ. പിന്നെ അവർ ഈ ഒരു ചെടി അവിടുത്തെ വലിയൊരു വരുമാന കൃഷിയാണ്. എല്ലാ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും ഒക്കെ ഇതുണ്ടാവും. ഈ ചെറിയ മുടി വെച്ച് കൊടുക്കുന്ന സ്ഥലങ്ങൾ, മുടി തുന്നി പിടിപ്പിക്കുന്ന ബ്യൂട്ടി പാർലറുകൾ, ചെറിയ മറൊക്കെ വലിച്ചിട്ടിട്ട് ബ്യൂട്ടി പാർലർ എന്നായിരിക്കും പേര്, പക്ഷെ ഒരു മറൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ മുടി ഇങ്ങനെ തുന്നി പിടിപ്പിച്ച് കുറേ പെണ്ണുങ്ങളുണ്ടാവും. അപ്പോൾ ഇവരെ മുടി വെക്കുക എന്നുള്ള അടുത്ത് വലിയൊരു ബിസിനസ്സാണ് ശരിക്കും. ആഫ്രിക്കയിലേക്ക് മുടി കയറ്റിയേക്കുന്നത് ബിസിനസ്സാക്കിയ കുറേ ഇന്ത്യക്കാരുണ്ട്.
എസ്പെഷ്യലി മലയാളികൾ തന്നെ ഉണ്ട്. അത് ശരി. ഈ കാര ട്രൈബിൽ തന്നെ ഞാൻ പോയ സമയത്ത് അവർ ഹാഫ് നേക്കഡ് ആയിരിക്കും, അവർ വിവസ്ത്രരായിരിക്കും. അതായത് നമ്മുടെ അരയുടെ താഴേക്ക് മാത്രം ഒരു ചെറിയൊരു പോർഷൻ മാത്രം അവർ ഡ്രസ്സിങ് ഉള്ളൂ. ബാക്കി എല്ലാ ഭാഗങ്ങളും അവർ ഓപ്പൺ ആയിട്ട്, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. കാര്യമായിട്ട് വിശപ്പിനേക്കാൾ വലിയ വികാരം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയ ഒരു സമൂഹം ആളുകളാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇത് രാജ്യം മനസ്സിലാവണില്ല ശരിക്കും. അവർക്ക് ആകെ അവർ ഇന്ത്യയെ മനസ്സിലാക്കിയത്, എന്നോട് പറഞ്ഞത് ഇവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇന്ത്യയിൽ നിന്ന് നല്ല ആരോഗ്യമുള്ള വെളുത്തൊരാൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത് ആരാ എന്ന് ചോദിച്ചപ്പോൾ തൊട്ടപ്പുള്ള വേറെ ഗൈഡ്, ഈ ഒരു യൂറോപ്യൻസുമായിട്ട് വന്നൊരു ഗൈഡിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു സൽമാൻ ഖാൻ. സൽമാൻ ഖാൻ അതവരെല്ലാവരും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സൽമാൻ ഖാൻ വന്നപ്പോഴാണ് ശരിക്കും ഇന്ത്യയിലുള്ള രാജ്യത്തെ കുറിച്ച് ഈ ട്രൈബ്സ് അറിയുന്നത് കേട്ടോ. പൊതുവെ ഉള്ളതല്ല. ഈ ട്രൈബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ആയുധങ്ങളും തോക്കും ഇതൊക്കെ ചൂണ്ടിയിട്ട് AK-47 ഒക്കെ തോളിട്ടിട്ട് ഇങ്ങനെ നടക്കുക ഫുൾ ടൈം.